ബോഡി കിട്ടിയാലേ ഒരു ബോഡി കിട്ടിയ ആരെ ബോഡിയാണെന്ന് അറിയില്ല. ആ ഏത് മതാണെന്ന് അറിയാതെ ആ കിട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ സംസ്കരിക്കണോ അതോ അങ്ങനെ മറമാടിയത് നമുക്ക് കുറ്റം കിട്ടുമോ? ചോദ്യം വ്യക്തമാണ്. ചോദ്യം വ്യക്തമാണ്. അദ്ദേഹം ചോദിച്ച ചോദ്യം, ഒരു ബോഡി കിട്ടി, അത് ഏത് മതക്കാരനാണെന്ന് അറിയില്ല, ഒരുപക്ഷെ മുസ്ലിം ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു മതസ്ഥരായിരിക്കാം. അപ്പോൾ മുസ്ലിമാണ് എന്ന് കരുതി നമ്മൾ അതിനെ ഒരു മുസ്ലിമിനെ കുളിപ്പിച്ച് മയ്യത്ത് നിസ്കരിച്ച് മറമാടുന്ന രൂപത്തിൽ ചെയ്യണോ, അതല്ല സാധാ രൂപത്തിൽ മറ്റുള്ള ആളുകളുടെ കൂട്ടത്തിൽ അങ്ങ് കൊടുത്ത് പിന്നെ ചെറിയൊരു കുഴിയൊക്കെ കുഴിച്ച് അങ്ങനെ മറമാടണോ വേണ്ടത്, മയ്യത്ത് നിസ്കരിക്കണോ വേണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്ക് അറിയുന്നവരോടും അറിയാത്തവരോടും നമ്മൾ എന്താക്കണം, സലാം പറയണമെന്ന് പറഞ്ഞു. അതൊരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതയാണ് കണ്ടാൽ സലാം പറയുക എന്നുള്ളത്. ഒരാൾ മുസ്ലിമാണോ അതല്ലെങ്കിൽ മുസ്ലിം അല്ല എന്ന് അറിയുകയില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മുസ്ലിമാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തെ ഒരു മുസ്ലിം ആയിക്കൊണ്ട് തന്നെയാണ് എന്താക്കേണ്ടത്, പരിഗണിക്കേണ്ടത്. പരിഗണിച്ചുകൊണ്ട് സലാം പറയുക തന്നെയാണ് വേണ്ടത്. അതാണല്ലോ റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ശരീരഭാഗം നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ഒരു ശരീരം തന്നെ കിട്ടി. ഇപ്പോൾ ശരീരത്തിൻ്റെ അവയവങ്ങളും മറ്റൊക്കെ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ സാധാരണഗതിയിൽ മുസ്ലിമീങ്ങളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പുരുഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാലകർമ്മം ചെയ്യുന്ന രീതിയുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ നിലക്ക് നോക്കുന്ന സമയത്ത് ഒരു മുസ്ലിമിനുള്ള എല്ലാ ലക്ഷണങ്ങളും അയാൾക്കുണ്ടെന്നുണ്ട്. പിന്നെ അത് മുസ്ലിമാണെന്ന് ഉറപ്പിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇനി അങ്ങനൊന്നുമില്ല, ചിലപ്പോൾ രോഗം മുഖേന ചലകർമ്മം കഴിക്കാത്ത ആളാകാം. ഇനി ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ആ നിലക്കൊരു മുസ്ലിമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയണ മറ്റു വഴികളൊന്നുമില്ല. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നമ്മൾ ആ ശരീരത്തെ കാണുന്നത് മുസ്ലിമായിട്ടാണ്. എന്നിട്ട് ഒരു മുസ്ലിമിൻ്റെ മയ്യത്ത് എങ്ങനെയാണ് മറവ് ചെയ്യുന്നത്, ആ രൂപത്തിൽ എന്താക്കണം, മറവ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി നാട്ടിലത് മുസ്ലിമാണോ മറ്റേതെങ്കിലും മതസ്ഥരാണോ എന്ന് മതസ്ഥർക്കിടയിൽ അഭിപ്രായ ഭിന്നതയും തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ സ്വാഭാവികമാണ് അത് നമ്മുടെ നാട്ടിലെ കോടതികളിലേക്കും മറ്റും പോയി അതിൽ തീരുമാനം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഒരു വർഗീയത കലാപം ഉണ്ടാക്കാനോ ഒരു വർഗീയത വളർത്താനോ ഒന്നും എല്ലാ ഘട്ടത്തിലും വേണ്ടത്. മാത്രമല്ല, ഇനി ഒരു മുസ്ലിം തന്നെയാണെന്ന് വിചാരിക്കുക, അത് ഇവിടെയുള്ള കുറച്ച് ആളുകൾ കൂടിയിട്ട് അത് മുസ്ലിം അല്ല എന്ന് പ്രഖ്യാപിച്ചു. എന്നിട്ട് ആ മുസ്ലിം അല്ലാത്ത രൂപത്തിൽ എന്തായി, മറമാടി എന്നും വിചാരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ബേജാറാവേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇപ്പോൾ നജ്ജാഷി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബിസീനയിലെ രാജാവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചയാളാണ്. അദ്ദേഹം മുസ്ലിമായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇസ്ലാം അദ്ദേഹം എന്തായിട്ടുണ്ടായിരുന്നില്ല, സമൂഹത്തിൻ്റെ ഇടയിൽ ആ നിലക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിലെ മുഴുവൻ ആളുകളും ക്രൈസ്തവരായിരുന്നു. ക്രൈസ്തവ നിയമം വെച്ചുകൊണ്ടായിരുന്നു ആ ഭരണകൂടം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അത്തരം ഘട്ടത്തിൽ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തെ ക്രൈസ്തവ മതാചാര പ്രകാരം തന്നെയാണ് മറമാടിയത്. ഈ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരെ ഒരുമിച്ച് കൂട്ടി അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ അഥവാ അത് അറിഞ്ഞ സമയത്ത് മദീനയിൽ വെച്ച് നിസ്കരിച്ചു. അല്ല, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉറപ്പാണ് അദ്ദേഹം മുസ്ലിമായിട്ടുണ്ട്, അല്ലെങ്കിൽ മുസ്ലിമാണ്. പക്ഷേ അദ്ദേഹത്തെ ഒരു ഇസ്ലാമിക ആചാരപ്രകാരമല്ല മറവ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം, നജ്ജാഷിക്ക് വേണ്ടി റസൂലുള്ളാഹി എങ്ങനെ നിസ്കരിച്ചാൽ അങ്ങനെ നിസ്കരിക്കാം, അതും പ്രശ്നമല്ല. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ 1-2 അവസ്ഥകൾ. ഒന്ന്, ബോഡി മുസ്ലിമാണോ മുസ്ലിമല്ലേ എന്നറിയാത്ത അവസ്ഥയാണ് എങ്കിൽ നമുക്ക് യാതൊരു പേടിക്കേണ്ട ആവശ്യമില്ല. അവിടെ മറ്റു വർഗീയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകണില്ല എന്നുണ്ടെങ്കിൽ ആ ബോഡി എന്താക്കാം, മുസ്ലിമായി പരിഗണിച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിക നിയമപ്രകാരം അതിനെ മറവ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ മയ്യത്ത് നിസ്കരിക്കുക എന്നുള്ളത്, ഒരു മുസ്ലിമിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുക എന്നുള്ളത് സാമൂഹ്യ ബാധ്യതയാണ്. അതിലാരെങ്കിലും ഒരു മുസ്ലിം അത് ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളൊക്കെ അതിൽ നിന്ന് അതിൻ്റെ നിർവഹിക്കാത്തതിൻ്റെ കുറ്റത്തു നിന്ന് രക്ഷപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളെ നമ്മൾ മുസ്ലിമായിക്കൊണ്ട് തന്നെ പരിഗണിക്കുന്നു, അദ്ദേഹത്തിന് ഈ രൂപത്തിൽ നിസ്കരിക്കുന്നു. രണ്ടാമത്തത്, ഒരു വർഗീയ പ്രശ്നവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിൽ നേരിട്ട് അതിൻ്റെ നിയമ നടപടികളുമായിക്കൊണ്ട് മുന്നോട്ട് പോവുകയും അത് നിയമത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്താണോ തീരുമാനമുണ്ടാകുന്നത് അതിനനുസൃതമായിക്കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്.